അല്ലെ നമുക്ക് കുക്കർ മന്തി ഉണ്ടാക്കിയാലോ? അതിനുണ്ടാകും നമ്മൾ 2 പട്ട, 2 ഏലക്ക, പിന്നെ അതിനകത്തേക്ക് ഒരു 5 ഗ്രാമ്പൂ, പിന്നെ അതിനകത്ത് നമുക്കുള്ള ഒരു ലേശം നാരങ്ങ, ഉണക്ക നാരങ്ങ, പിന്നെ 1 സ്പൂണ്, പിന്നെ അതിലേക്ക് നമ്മളിടുന്നത് 1 സ്പൂണ് മല്ലി, പിന്നെ 1 സ്പൂണ് കുരുമുളക്, 1 സ്പൂണ് ചെറിയ ജീരകം, നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി, ലേശം മഞ്ഞൾപ്പൊടി. നമ്മൾ 1/2 കിലോ ചിക്കനുള്ള മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് കണക്കാക്കിയുള്ളത് നമ്മൾ എടുക്കണം. 1.5 സ്പൂണ് മുളക് പൊടി, സൺഫ്ലവർ, 1/2 കപ്പ് സൺഫ്ലവർ, ലേശം ഉപ്പ്. നമ്മൾ മാഗി ക്യൂബ് ഇടും, അതുകൊണ്ട് അത് കണക്കാക്കുള്ള ഉപ്പിടും. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലോണം വടുക അരച്ചുകൊണ്ട് വരാം. അതിലേക്ക് ഇതെല്ലാം ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ പുരട്ടി മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കും. അപ്പോൾ നമ്മളിത് ഓരോന്നായിട്ട് പിറക്കി നിരത്തി വെച്ച് കൊടുക്കണം. ഒറ്റയായിട്ട് വെച്ച് കൊടുക്കണം. ഞാൻ ചെറിയ കഷ്ണമായിട്ടാണ് മുറിച്ചേക്കുന്നത്. ഒന്നിൻ്റെ പുറത്ത് ഒന്നായിട്ട് വരരുത്, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ മൂന്ന് ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തത്. നല്ല ഒറ്റയായിട്ട് കിടക്കും, നല്ലതാണ്. ഇത് നമ്മൾ 1 മണിക്കൂർ കുതിരാനിട്ടേക്കും. അരിക്കും ചോറ് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ പട്ട, ഏലക്ക, 1 നാരങ്ങ, ഉണക്ക നാരങ്ങ, പിന്നെ 5 ഗ്രാമ്പൂ, പിന്നെ 1 സ്പൂണ് നാരങ്ങ നീര്, ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി 1 സ്പൂണ് എണ്ണ. ചോറ് ഒട്ടിപ്പിടിക്കത്തില്ല ഇങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ. എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കണം. കല്ലുപ്പ് ഇട്ട് കൊടുക്കണം. വെള്ളം എല്ലാം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇട്ടെ അപ്പോൾ വെള്ളമെല്ലാം തിളച്ച് നമ്മൾ ഇനി അതിലേക്ക് കഴുകി വെച്ചിരുന്ന 1 മണിക്കൂർ കഴുകി വെച്ചിരുന്ന അരി ഇട്ട് കൊടുക്കും. ഇത് 50%, 80% നമ്മൾ പകുതി വേവ് കഴിയുന്ന പുറകിനെ വെക്കണം. അപ്പോൾ ഇത് കണക്കാം. ഇനി ഇത് നമ്മൾ കുക്കറിൽ 1 വിഷിലടിക്കുമ്പോൾ കണക്കാകും. ഇത് ഊറ്റിക്കൊണ്ട് വരാം. ശരിയത് ഇതെല്ലാം ഞാൻ ഒരു വശം വെന്ത് കഴിഞ്ഞാൽ തിരിച്ചിട്ട് വെച്ചേക്കാണ്. നമുക്ക് അതിനകത്തേക്ക് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ചേ ഇടാവുള്ളൂ ചിക്കന്. അപ്പോൾ ഇതിൻ്റെ ഉപ്പും കൂടെ ആകുമ്പോൾ കറക്റ്റ് വരും. നമുക്ക് അതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. നമുക്ക് 1 സവാള ചെറുതായിട്ട് അരിഞ്ഞ് അത് ഇട്ട് കൊടുക്കാം. നമ്മൾ ചോറിനകത്തിട്ട് നാരങ്ങ ഇട്ട് കൊടുക്കുക.
ഇത് നമ്മൾ ഈ ചിക്കനകത്തുനിന്ന് നമ്മൾ എണ്ണ എടുത്ത് കളറിന് വേണ്ടി അത് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ പാല് ലേശം മഞ്ഞൾപ്പൊടി കലക്കുക, അതൊരു കളറിന് വേണ്ടി നമുക്കത് ഒഴിച്ചു കൊടുക്കാം. പച്ചമുളക് ഇട്ട് പുക വെച്ച് കൊടുക്കാം. എടുത്ത് മാറ്റാം. നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ചോറ്, നല്ല കണക്കിന് നല്ല എന്താ. മുളക് കടിക്കേണ്ടവർക്ക് കടിച്ച് കഴിക്കുക, അല്ലാത്ത പിറക്കി മാറ്റാം. അത് മതി. അതിൻ്റെ ഒരു